100 സീറ്റ് ഉറപ്പ്, എല്ലാ കാര്യത്തിലും ഭരണം തിരിച്ചു പിടിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നവർ ആ ആത്മവിശ്വാസം ഇല്ല എന്നതാണല്ലോ ഇത്തരം ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നല്ല ഉറപ്പുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള ഘടകകക്ഷികളിലേക്ക് കണ്ണും നട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ സംഘടിപ്പിച്ച സമരവും കണ്ടല്ലോ. എല്ലാ MLA-മാരും മന്ത്രിമാരും പങ്കെടുത്ത സമരം തന്നെയാണ്. വളരെ ശക്തമായി തന്നെ നേരത്തെ കണ്ടതുപോലെ ഒരു 110 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം മുന്നണി ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അതിനു വേണ്ടിയുള്ള ജനങ്ങളെ സമീപിക്കുന്ന പ്രവർത്തനം ഒരു വശത്ത് പോകുന്നു. മറുവശത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ 10 വർഷം എങ്ങനെ കേരളം മാറി എന്ന് ജനങ്ങളിലേക്ക്, എല്ലാ വിഭാഗം ആളുകളിലും എങ്ങനെ മാറ്റം വന്നു എന്നത് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പോകുമ്പോൾ അപ്പുറത്ത് ഈ പറച്ചിലല്ലാതെ വലിയ ഇതില്ല എന്നതാണ് ഏതെങ്കിലും കക്ഷികൾ കിട്ടുമോ എന്ന മട്ടിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത്. മുന്നണി നല്ല ഒറ്റക്കെട്ടായി തന്നെയാണ് പോകുന്നത്. അത്തരത്തിലുള്ള പ്രചാരവേലകൾ അവരുടെ ആത്മവിശ്വാസ കുറവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രചാരവേലകൾ വഴി സാധ്യമാകുമോ എന്നതിന്റെ ശ്രമം മാത്രമായി തന്നെ കണ്ടാൽ മതി. അവരെല്ലാം ഇപ്പൊ LDF-നൊപ്പം തന്നെയാണല്ലോ. അതിപ്പോ ഈ രൂപത്തിൽ അവർക്കൊരു ക്ഷീണം UDF-നുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെ ആരെങ്കിലും കിട്ടുമെന്നൊരു പ്രചാരവേല കൂടി നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് അവരെത്തി എന്ന് മാത്രം കണ്ടാൽ മതി. സഭ ഇടപെടുന്നു എന്നൊരു വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ കേരള കോൺഗ്രസുകളുടെ ലയനത്തിനായിട്ട് അങ്ങനെ ഒരു ഇടപെടൽ സഭയിൽ അങ്ങനെ അവർക്ക് ചില ആശങ്കകളുള്ള പ്രശ്നത്തിലെല്ലാം തന്നെ ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ മാത്രം ആശങ്കയല്ല, പൊതുവെയുള്ള ആശങ്കയാണ്. അതിലൊന്ന് വിഭിന്നശേഷി നിയമനം. ഭിന്നശേഷി നിയമനത്തിനകത്ത് നേരത്തെ കേന്ദ്രത്തിന്റെ നിയമം വന്നു, കോടതിയുടെ വിധി വന്നു. ആ നിയമനങ്ങൾ പൂർത്തീകരിച്ചിട്ട് മാത്രമേ മറ്റ് നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഹൈക്കോടതിയുടെ വിധിയാണ് വന്നത്. ആ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയപ്പോഴും സുപ്രീം കോടതി ആ വിധി ശരിവയ്ക്കുക മാത്രമല്ല, ഈ നിയമനങ്ങൾക്ക് വേഗത കൂട്ടാൻ മാനേജ്മെന്റ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം. സർക്കാർ കോടതി പറഞ്ഞ രൂപത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റികൾ ജില്ലാതലത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സ്റ്റേറ്റ് തലത്തിൽ അവരുടെ മോണിറ്ററിംഗ് കമ്മിറ്റി വേണം. അത് സർക്കാരിന് ഡയറക്ഷൻ മതി. സർക്കാർ ഈ കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചു. 1500-ലധികം നിയമനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഏകദേശം അത്രത്തോളം തന്നെ ഒഴിവുകൾ മാനേജ്മെന്റ് റിപ്പോർട്ട് ചെയ്തു. ഈ ഘട്ടത്തിൽ NSS സുപ്രീം കോടതിയെ സമീപിച്ചു. ഞങ്ങൾ ഒഴിവുകളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ നിയമിച്ചിട്ടുള്ള ആളുകളെ റെഗുലറൈസ് ചെയ്യണം എന്ന് അവരുടെ ആ അഭ്യർത്ഥന അത് സുപ്രീം കോടതി പരിഗണിച്ചു. സുപ്രീം കോടതി അത് അനുവദിച്ചു. അത് അനുവദിച്ച ആ വിധിയിൽ അവസാനം സുപ്രീം കോടതി പറഞ്ഞു, മറ്റ് മാനേജ്മെന്റുകൾ, സൊസൈറ്റികൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ഭിന്നശേഷിക്കാരുടെ റിസർവേഷൻ അത് ഫില്ല് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരത് ഫില്ല് ചെയ്യുമ്പോൾ ഉടൻ തന്നെ മറ്റ് ജനറൽ അപ്പോയിന്റ്മെന്റും റെഗുലറൈസ് ചെയ്യണം എന്ന് NSS-ന് നൽകിയ വിധിയിൽ വ്യക്തമാക്കി. അപ്പോൾ സുപ്രീം കോടതിയിൽ ആ വിധി നിൽക്കുമ്പോൾ ഗവൺമെന്റിന് മറ്റൊരു തീരുമാനമെടുക്കാൻ പരിമിതി ഉള്ളതുകൊണ്ട് ഈ വിധി എല്ലാവർക്കും ബാധകമാക്കണം എന്ന് പറഞ്ഞ് ഒക്ടോബറിൽ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പ്രത്യേക അഫിഡാവിറ്റ് കൊടുത്തു. നവംബറിൽ കേസ് വന്നു. എന്നാൽ ചില മാനേജ്മെന്റുകൾ ഞങ്ങൾക്ക് സർവീസ് പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇത് മടക്കേണ്ടതില്ല എന്ന് കരുതുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റുകളല്ല, ചില മറ്റ് മാനേജ്മെന്റുകളുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് ഇപ്പോൾ സീനിയർ എൻഗേജ്മെന്റ് ഉൾപ്പെടെ നൽകി എത്രയും പെട്ടെന്ന് ഈ കേസ് പരിഗണിക്കണം എന്നുള്ള കാര്യം ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം വന്യമൃഗ ജീവി, അത് അവരുടെ മാത്രമല്ല എല്ലാവരും പ്രശ്നമാണ്. അതിൽ സർക്കാരിന് സാധ്യമാകുന്ന രൂപത്തിൽ ബില്ല് പാസ്സാക്കി ആ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കേണ്ടതാണ്. ഗവർണർ അത് അയക്കാതിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അതിനെതിരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാവരും കൂടി സാമൂഹ്യ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾ എല്ലാവരുമായി സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യവും ചെയ്തിട്ടില്ല. പിന്നെ സഭാ നേതൃത്വം അങ്ങനെ ഇന്ന മുന്നണിയിലേക്ക് പോകും, ഇന്ന മുന്നണിയിലേക്ക് വരൂ എന്നൊന്നും പറയുന്നതായി ചിലർ പ്രചരിപ്പിക്കുന്നത് അവർക്ക് അത്തരം ചില താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമായി കണക്കാക്കിയിരുന്നു. അല്ല, JB കമ്മീഷൻ, കോശി കമ്മീഷന്റെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ. കഴിഞ്ഞ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എല്ലാം നടപടി സ്വീകരിച്ചു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ചിലർ പറയില്ല ന്യൂനപക്ഷ വിരുദ്ധമാണ്,
എന്നൊക്കെ പ്രചാരവേലകൾക്കാണല്ലോ ഇപ്പോൾ ഒരു സ്വാധീനം. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാനും അതിനകത്ത് ക്രിയാത്മകമായി ഇടപെടാനും തീരുമാനമെടുത്തിട്ടുള്ള LDF ഗവൺമെന്റ് മാത്രമല്ലേ. ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ജീവിതാവസ്ഥകൾ സച്ചാർ കമ്മിറ്റിയുടെ കൂടി പശ്ചാത്തലത്തിൽ അത് പഠിക്കാൻ പാലോളി കമ്മിറ്റി നിയോഗിച്ചു. അത് ഇടതുപക്ഷ മുന്നണി സർക്കാരാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ ഈ ഗവൺമെന്റ് ആണല്ലോ JB കോശി കമ്മീഷനെ തന്നെ വെച്ചത്. മറ്റേ UDF കാലത്തൊന്നും ഇതേ ആവശ്യങ്ങളുണ്ട്. UDF ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും തയ്യാറായില്ല. LDF ഗവൺമെന്റ് ആണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ജീവിതാവസ്ഥ പഠിച്ച് അതിനകത്ത് ഇടപെടുന്ന ശുപാർശ സമർപ്പിക്കാൻ പാലോളി കമ്മിറ്റി നിയോഗിച്ചതുപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ജീവിതാവസ്ഥകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി JB കോശി കമ്മീഷനെ വെച്ചു. അവർ റിപ്പോർട്ട് ലഭിച്ചു. ആ റിപ്പോർട്ടിന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി മന്ത്രിതല യോഗങ്ങൾ വിളിക്കുന്നു, സെക്രട്ടറി തല യോഗങ്ങൾ വിളിക്കുന്നു. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കിയെന്നത് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയുണ്ടായി. പിന്നെ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 6-ന് എല്ലാ വിഭാഗം ആളുകളുമായി ഈ റിപ്പോർട്ടിന്റെ പരിധിയിൽ വരുന്നവരൊക്കെയായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ATR-ഉം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. മന്ത്രിസഭ ഈ ATR-ഉം റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം പൂർണ്ണമായും അത് പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്യും.